ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ചെറിയൊരു ഫാനിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ഫാൻ എങ്ങനെ ഫിറ്റ് ചെയ്യാം. ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്ന ഒരു പോളിക്യാബിൻ്റെ പുതിയൊരു കമ്പനിയായ ഒരു ഫാൻ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഫാനിനെ കുറിച്ചുള്ള കുറച്ച് വിവരങ്ങളാണ്. ഇത് ഞാൻ പുതിയതായിട്ടാണ് ഈ ഒരു കമ്പനി ഞാൻ പരീക്ഷിച്ച് നോക്കുന്നത്. ഞാൻ അധികം വാങ്ങല് ഓട്ടോംബർഗ്, ഉഷ അതേപോലുള്ള കമ്പനികളാണ്. ഈ കമ്പനി ഒന്ന് പരിചയപ്പെടാം. ഞാൻ സീലിംഗ് ഫാനാണ് വാങ്ങിയിട്ടുള്ളത്. റിമോട്ടുള്ള BLDC ഫാനാണ്. BLDC ഫാനാകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇത് കറണ്ട് ബില്ലും കാര്യങ്ങളൊക്കെ വളരെ കമ്മിയായിരിക്കും ഇതിന്. അതിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. നല്ല സേഫ്റ്റിയിലൊക്കെ തന്നെയാണ് അവർ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. നല്ല ഇതിലുള്ള പക്ക പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇതാണ് അതിൻ്റെ മോട്ടർ വരുന്നത്. മോട്ടറും അതിൻ്റെ കണക്ഷൻ ചെയ്യുന്ന ഭാഗങ്ങളൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് നോർമലായിട്ടുള്ള കണക്ഷൻ തന്നെയാണ്. വയർ കണ്ടിട്ട് വേറെ സംശയിക്കാനൊന്നുമില്ല. 2 വയർ സാധാ നമ്മൾ ഫേസ് ന്യൂട്രൽ കണക്ട് ചെയ്യേണ്ട ഒരു പരിപാടിയേ ഉള്ളൂ. പോളി ക്യാപ്പ്. അപ്പോൾ അതിൻ്റെ ലീഫ് ഞാൻ ബ്ലാക്ക് കളറാണ് വാങ്ങിയിട്ടുള്ളത്. നമ്മൾ റൂമിന് അനുയോജ്യമായിട്ടുള്ളൊരു റൂമിലാവുമ്പോൾ ഏകദേശം ഒരു കാണാൻ ഭംഗിയുള്ളൊരു സംഭവം എന്നുള്ള ലെവലിലേക്ക് ഞാൻ വാങ്ങിയതാണ്. ഇതാണ് അതിൻ്റെ വയറുകൾ വരുന്നത്. ഇനി നമുക്ക് ലീഫും കാര്യങ്ങളും ഫിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത് പവർഫുൾ BLDC മോട്ടറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നല്ല എനർജി ഉണ്ട്. കാരണം റിവേഴ്സ് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ റിവേഴ്സ് കറക്കാൻ പറ്റും. പിന്നെ ടൈമർ സെറ്റ് ചെയ്യാം. നമ്മൾ ഒരു സ്പീഡിൽ ഇപ്പോൾ ഒരു 5-ലൊക്കെ ആണെങ്കിൽ 5-ൽ എത്ര മണിക്കൂറൊക്കെ ഇറങ്ങണം എന്നുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ കഴിയും. ഇതിൻ്റെ റിമോട്ടിൽ അങ്ങനെയുള്ള സെറ്റപ്പൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 1200 mm ആണ് ഇതിൻ്റെ. ഇതിൻ്റെ കളറൊക്കെ പല വിധത്തിലും കളർ ഇറങ്ങും. ഇതിൻ്റെ വാറണ്ടി കാർഡാണ് ഇത്. ഒരു 3+1 ഇയർ പ്ലസ് 4 വർഷം ഒരു വാറണ്ടി നൽകുന്നുണ്ട്. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു മെയിനായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഫാൻ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഈ ഒരു സ്പോഞ്ചിൻ്റെ ഈ ഒരു കവറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. നമ്മളതിൽ സ്ക്രാച്ചും കാര്യങ്ങളും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതിൽ RF റിമോട്ടർ കൺട്രോളൊക്കെയാണ് കേട്ടോ വരുന്നത്. അതേപോലെ ഡബിൾ ബാൾ ബാരിങ് വരുന്നുണ്ട്. ഡിസൈൻഡ് ബ്ലേഡാണ് വരുന്നത്. പവർഫുൾ BLDC മോട്ടറാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഫാൻ ഫിറ്റിങ്ങിലോട്ട് കിടക്കാം. നമ്മളാദ്യം ചെയ്യേണ്ടത് അതിൻ്റെ ലീഫും കാര്യങ്ങളും നമ്മൾ മോട്ടറിൽ നമ്മൾ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ലീഫ് സെറ്റ് ആക്കണം. ആദ്യം ഇതിൻ്റെ മുകളിൽ ഒരു സ്റ്റീലിൽ ചെറിയൊരു ക്ലിപ്പ് കാണാം. അത് നമ്മൾ അഴിച്ചെടുത്താൽ മാത്രമേ നമുക്ക് ഫിറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അതിൽ എഴുതിയിട്ടുണ്ട് റിമൂവബിൾ ഡ്യൂറിങ് ഇൻസ്റ്റാളേഷൻ എഴുതിയിട്ടുണ്ട്. റിമൂവ് ചെയ്യേണ്ടതാണ്. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ലീഫും കാര്യങ്ങളും അതിലേക്ക് സെറ്റ് ചെയ്യണം. ഈ മോട്ടർ ചെറുതായിട്ട് നമ്മൾ സ്ക്രൂ ചെയ്യുന്നതിന് തടസ്സമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കണ്ടോ, ഈ മോട്ടർ നമ്മളുടെ ഒരു തടസ്സമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ സ്ക്രൂ ചെയ്യുമ്പോഴും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനൊരു ഡിഫിക്കൽട്ടായിട്ട് എനിക്ക് തോന്നി. വളരെ ഡിഫിക്കൽട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളിങ്ങനെ ചെരിച്ചിട്ട് മോട്ടറിൻ്റെ ഈ സൈഡ് ഭാഗം ഇങ്ങനെ ചെരിച്ചു കൊടുത്താൽ മാത്രമേ നമുക്ക് സ്ക്രൂ പക്കയായിട്ട് രീതിയിൽ ചെയ്യാൻ കഴിയുന്നുള്ളൂ. ഈ വാഷർ ഇട്ടിട്ട് മാത്രം നമ്മൾ ബ്ലേഡ് ടൈറ്റാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. വാഷർ ഒരിക്കലും മിസ്സാകരുത്. അതിലാണ് അതിൻ്റെ ടൈറ്റ് വരുന്നത്. എന്നിട്ട് നമ്മൾ നേരെ അതിലേക്ക് ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ രീതിയിൽ അതിൻ്റെ ഈ ഒരു മുകളിലത്തെ ഒരു കവറിങ്, അതിൻ്റെ ഈ മുകളിലത്തെ ഈ ഒരു ക്ലാമ്പ് മുകളിലേക്ക് വരുന്ന രീതിയിൽ വേണം ഫാനിൻ്റെ ലീഫ് ഫിറ്റ് ചെയ്യാൻ. ഒരിക്കലും തിരിച്ച് ഫിറ്റ് ചെയ്യരുത്. നിങ്ങൾക്കറിയാം, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. സ്റ്റാറിൻ്റെ സ്റ്റാറും മൈനസും ഉപയോഗിക്കാം. 2 ഇതും നമുക്കതൊന്ന് ചെയ്യാൻ കഴിയും. നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തിട്ട് ഉറപ്പിക്കണം. ഒരിക്കലും ലൂസാകാൻ പാടില്ല. ഇതേപോലെ മോട്ടർ ഇങ്ങനെ സൈഡിലേക്ക് ചെരിച്ചിട്ടൊക്കെ വേണം നമുക്കിതിങ്ങനെ. ഹലോ, ഇതിനൊരു തടസ്സം നോക്കിയാൽ ആ ഒരു ബോഡി നമ്മൾ സ്ക്രൂ ചെയ്യുമ്പോൾ തടസ്സമുണ്ട്. അതുകൊണ്ട് അതിൻ്റെ മോട്ടർ ചെറുതായിട്ടൊന്ന് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കത് കറക്റ്റായിട്ട് സ്ക്രൂ ചെയ്യാൻ കഴിയുള്ളൂ. ഇതൊക്കെ അതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി. അതുമാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഉപയോഗിക്കുമ്പോൾ എന്താണെന്ന് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ 3 ലീഫും കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടെ സ്ക്രൂ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ടോ, കറക്റ്റ് ടൈറ്റാണോ എന്നൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം മാത്രം നമ്മൾ ബാക്കിയുള്ള പരിപാടിയിലേക്ക് ചെയ്യാം. പിന്നെ നമ്മൾ വരുന്നത് എൻ്റെ റാഡ് ഫിറ്റിങ്. ഇത് ചെറിയൊരു റാഡാണ്. ഞാൻ എൻ്റെ റൂമിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലുപ്പത്തിന് അനുസരിച്ചാണ് റാഡ്. നമുക്കിതിൽ നീളം കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ലെങ്ത്ത് ഉള്ള റാഡ് നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കഴിയും. എന്നിട്ട് അതിൻ്റെ കട്ടിങ്ങുള്ള ഭാഗം നമ്മൾ ഫാനിലേക്ക് ഇറക്കി വെക്കണം.
കട്ടിങ് ഇല്ലാത്ത ഭാഗം മുകളിലേക്കും. ഇതിലൊരു കട്ടിങ് വരുന്നുണ്ട് ഫാൻ്റെ റാഡിൽ. നമ്മൾ ഇവിടെ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ എത്ര ഹൈറ്റ് നമുക്ക് വേണ്ടുള്ളൂ, ഈ റാഡിൻ്റെ ഹൈറ്റ് മതി, നല്ല രീതിയിൽ കാറ്റ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റാഡ് സെലക്ട് ചെയ്തത്. നമുക്ക് വലിയ റാഡ് വാങ്ങാം, വേണമെങ്കിൽ അത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിനുശേഷം നമ്മൾ റാഡും കാര്യങ്ങളും ഫിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ആദ്യം വയറ് ഇടാനുള്ള സെറ്റപ്പ് നമ്മൾ ഉണ്ടാക്കണം. അതിനുവേണ്ടി നമ്മൾ കപ്പ് ആദ്യം ഇറക്കണം. 2 കപ്പുകൾ നമ്മൾ റാഡിലേക്ക് ഇറക്കി വെക്കണം. ഇതിൻ്റെ ഈ കട്ടിങ്ങുള്ള ഭാഗത്തേക്ക് വലിയ കപ്പും മുകളിലേക്ക് ചെറിയ കപ്പും വരുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ആ രീതിയിൽ സെറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഫാനിൻ്റെ കപ്പ് കറക്റ്റായിട്ടുള്ള ലെവലിലേക്ക് നമ്മളിത് ഫാനിൻ്റെ റാഡ് കിട്ടുകയുള്ളൂ. ഫാനിൻ്റെ റാഡിലേക്ക് നല്ല രീതിയിൽ കപ്പ് ഇറക്കി വെക്കുക. ഈ ഒരു കട്ടിങ് വരുന്നതിൻ്റെ ഭാഗത്തേക്ക് വലിയ കപ്പ് ഇറക്കി വെക്കുക. കാരണം അത് മോട്ടറിൻ്റെ കവർ ചെയ്ത് വരുന്ന ഒരു കപ്പായതുകൊണ്ട് ഈ ഭാഗത്ത് ഇതാണ് ഇട്ടേണ്ടത്. നമ്മളിപ്പോൾ കപ്പ് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വയറിടേണ്ട പരിപാടിയാണ്. ഇതിലേക്കുള്ള വയർ നമ്മൾ കറക്റ്റായിട്ട് എത്ര അളവ് വേണം അതിനനുസരിച്ച് നമ്മൾ വയർ എടുക്കേണ്ടതുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ കപ്പിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി അതിലേക്കുള്ള വയർ നമുക്ക് സെറ്റ് ചെയ്യാം. അധികമായിട്ടൊന്നും എടുക്കേണ്ടതില്ല. കറക്റ്റ് മെഷർമെൻറ്റ് ചെയ്ത് അതിന് എത്ര വയർ വേണം അതിനനുസരിച്ച് മാത്രം വയർ എടുത്താൽ മതി. ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു മെഷർമെൻറ്റിലാണ്. എന്നിട്ട് നമുക്കത് സെൻറ്റർ കട്ട് ചെയ്യേണ്ടതുണ്ട്. കറക്റ്റ് അളവ് പിടിച്ച് സെൻറ്റർ കട്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ റാഡിലേക്ക് ഇൻസേർട്ട് ചെയ്യാണ് ചെയ്യേണ്ടത്. അതിനനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക വയർ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ വയറിൻ്റെ 2 അറ്റവും ഇൻസുലേഷൻ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഇൻസുലേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് റാഡിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് വയർ ഇൻസേർട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ വയർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെന്നിപ്പോകാൻ ചാൻസ് ഉണ്ട്. നല്ല രീതിയിൽ ഇൻസുലേഷൻ ഒരു കട്ടി കൂടാതെ ഒരു നൈസായിട്ട് അടിച്ചു കഴിഞ്ഞാൽ, ഇതേപോലെ അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് റാഡിൻ്റെ ഉള്ളിലേക്ക് വയർ പോവും. ഇതേപോലെ നമ്മൾ റാഡിൻ്റെ ഉള്ളിലേക്ക് വയർ ഇൻസേർട്ട് ചെയ്യണം. വയർ ഇൻസേർട്ട് ചെയ്യേണ്ട രീതിയാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വയർ ഇങ്ങനെ തള്ളിക്കഴിഞ്ഞാൽ ആ ഒരു ഹോളിലൂടെ തള്ളിക്കഴിഞ്ഞാൽ വയർ ഈ ഒരു അറ്റത്തിലേക്ക് എത്തും. അതിനുശേഷം നമ്മൾ വയറൊക്കെ സെറ്റ് ചെയ്തു. ഇനി അതിൻ്റെ ക്ലിപ്പ് മസ്റ്റായിട്ട് നമ്മൾ സ്ക്രൂ കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. കാരണം ആ ഒരു ക്ലിപ്പ് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണ്. എന്തെങ്കിലും കാരണവശാൽ നമ്മൾ ലൂസായി കഴിഞ്ഞാൽ ആ ഫാന് നമ്മളെ മണ്ടയിലേക്ക് ചാടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ക്ലിപ്പ് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കണം, മസ്റ്റാണ്. നല്ല രീതിയിൽ ക്ലിപ്പ് ഇട്ടതിന് ശേഷം ക്ലിപ്പൊന്ന് ടൈറ്റാക്കി കൊടുക്കുക. അതുപോലെ ക്ലിപ്പൊന്ന് സൈഡിലേക്കൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരിക്കലും അത് ഇളകിപ്പോരാൻ ചാൻസ് ഇല്ല. പിന്നെ നമ്മൾ ഈ വയർ ഇൻസുലേഷൻ കളയേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മൾ ഫേസ് ന്യൂട്രൺ കണക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഇൻസുലേഷൻ കളയുക. കുറച്ച് അധികം കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. കാരണം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പിരിച്ച് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതേപോലെ നല്ല രീതിയിൽ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. 2 വയറും ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മാത്രം നമുക്ക് കണക്ഷൻ ചെയ്യാൻ ഉള്ളൂ. ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മോട്ടറിലേക്ക് കണക്ഷൻ ചെയ്യാം. ഇതിൽ മോട്ടറിൽ 2 ഭാഗം വരുന്നുണ്ട്, L, N. ഒരു ചുവപ്പും ഒരു ബ്ലാക്ക് വയറും വരുന്നുണ്ട്. അതിലേക്കാണ് നമ്മൾ കണക്ഷൻ കൊടുക്കേണ്ടത്. LN എന്ന് കാണാം. പിന്നെ അതുപോലെ ഈ ROIB ഇതിലൊന്നും നമ്മൾ ഒന്നും ചെയ്യേണ്ടതില്ല, അതൊക്കെ കമ്പനി സെറ്റാണ്. നമ്മൾ ഈ ഒരു LN മാത്രം ഉപയോഗിച്ചിട്ട് നമ്മൾ കണക്ഷൻ കൊടുത്താൽ മതി. ഫേസ് ന്യൂട്രൺ ശ്രദ്ധിക്കുക. എപ്പോൾ നമ്മൾ വയറിങ് ചെയ്യുമ്പോഴും ഫാന് എന്ത് ഫിറ്റിങ് ചെയ്യുമ്പോഴും നമ്മൾ അതിൻ്റെ കളർ കോഡിങ് അനുസരിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതിൽ ഫേസ് ചുവപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്, ന്യൂട്രൽ ബ്ലാക്കായിട്ടും കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ സ്കിൻ ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കണക്ഷൻ കൊടുക്കുന്ന രീതിയിലാണ്. ഇതേപോലെ ജോയിൻറ്റ് ചെയ്യണം. ജോയിൻറ്റ് ചെയ്ത് നല്ല രീതിയിൽ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ സ്കിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് ഫേസ് ന്യൂട്രൽ നിങ്ങൾ മാർക്ക് ചെയ്യുന്നത് നല്ലതാണ്. ടെസ്റ്റർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ സ്ക്രൂ അഴിക്കാൻ നോക്കി, പക്ഷേ അഴിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ ആ വയർ ഊരാതെ ആ വയറിലേക്ക് തന്നെ ജോയിൻറ്റ് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്.
ഒരു ചെറിയൊരു നോക്കിലേക്ക് ഇത് ഇറങ്ങുന്നില്ല. അതിന് കണക്ടർ വേണം. കണക്ടർ ഇപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ഈ വയറിലേക്ക് ജോയിൻ്റ് അടിക്കുകയാണ് ചെയ്യുന്നത്. നല്ല രീതിയിൽ ഫേസ് ന്യൂട്രൽ നമ്മൾ ജോയിൻ്റ് അടിച്ചിട്ട് സെറ്റാക്കേണ്ടതുണ്ട്. ഈ ഒരു വയർ നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഏത് വയറാണ് ഫേസിലേക്ക് കൊടുക്കേണ്ടത് എന്നുള്ളത്. എന്നിട്ട് അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. മുകളിൽ ഈ വന്നിട്ട് അടിയിൽ ഫേസ് വയർ ഏതാണോ അത് നമ്മൾ ചുവപ്പിലേക്ക് കണക്ഷൻ കൊടുക്കാം. പിന്നെ കുറച്ചുകൂടി അധികം സ്ലീവ് കളയേണ്ടതുണ്ട്. കാരണം ഞാൻ ഇത് സ്ക്രൂവിൻ്റെ കണക്ടറിലേക്ക് കൊടുക്കേണ്ട രീതിയിൽ മാത്രമേ സ്കിൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം സ്കിൻ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ നല്ല രീതിയിൽ സ്ട്രൈറ്റ് ജോയിൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പരമാവധി നല്ല സ്ട്രൈറ്റ് ജോയിൻറ്റ് കറക്റ്റായിട്ട് സ്ട്രൈറ്റായിട്ട് ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ഇൻസുലേഷൻ അടിച്ചിട്ട് തള്ളി നിൽക്കാതെ ആ ഒരു വയറിൻ്റെ ആ ഒരു വേവ് ലെങ്ത്തിൽ തന്നെ നമുക്ക് ഇൻസുലേഷൻ ചെയ്യാൻ കഴിയും. അതേപോലെ നല്ല കറക്റ്റ് രീതിയിൽ ജോയിൻറ്റ് ചെയ്യുക. അതുപോലെ ന്യൂട്രും നമ്മൾ എന്ത് ചെയ്യുക, ജോയിൻറ്റ് ചെയ്യുക. സ്ട്രൈറ്റ് ജോയിൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പരമാവധി ഇതേപോലെ സ്ട്രൈറ്റ് ജോയിൻറ്റ് ചെയ്യുക. നല്ല രീതിയിൽ ടാപ്പ് അടിക്കുകയും വേണം. ഇത് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ഇൻസുലേഷൻ ചെയ്യണം. ഇൻസുലേഷൻ നല്ല രീതിയിൽ ഞാനിവിടെ ഈ ഫാബിൻ്റെ ഇൻസുലേഷനാണ് എടുത്തിരിക്കുന്നത്. നല്ലൊരു ഇൻസുലേഷനാണത്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ ഇൻസുലേഷൻ ചെയ്യാം. ഇൻസുലേഷൻ കറക്റ്റായിട്ട് ചെയ്യേണ്ടതുണ്ട്. കാരണം നമ്മൾ അതിൻ്റെ കണ്ടക്ടറൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തെറിച്ച് നിൽക്കാൻ പാടില്ല. കറക്റ്റ് രീതിയിൽ ഇൻസുലേഷൻ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ ഫേസ് വയർ ഇൻസുലേഷൻ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ രണ്ടും ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടിയിലത്തെ വർക്കെല്ലാം മോട്ടറിലേക്കുള്ള കണക്ഷനെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള വയർ നമുക്ക് മുകളിലേക്ക് വലിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മെല്ലെ വലിക്കണം. അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിൽ വയറിൻ്റെ സ്ലീവ് പോകാൻ ചാൻസ് ഉണ്ട്. പതിയെ വലിക്കേണ്ടതുണ്ട്. ഇപ്പോൾ വയറെല്ലാം റെഡിയായി. നമുക്ക് കണക്ഷൻ്റെ അടിയിൽ ഫാനിലേക്കുള്ള കണക്ഷൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്ക് സീലിങ്ങിലേക്കാണ് കണക്ഷൻ കൊടുക്കേണ്ടത്. കപ്പ് താത്തി നമ്മൾ ആവശ്യത്തിനനുസരിച്ച് വയർ നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഫേസ് മാർക്ക് ചെയ്ത് ശ്രദ്ധിക്കുക. എപ്പോഴും കറക്റ്റ് രീതിയിൽ തന്നെ കൊടുക്കാൻ നോക്കുക. ഇനി നമ്മൾ ഈ ഒരു സംഭവം നമ്മൾ മുകളിലേക്ക് ഫിറ്റ് ചെയ്യേണ്ടതുണ്ട്. ചിലപ്പോൾ ഹുക്കിൻ്റെ അവിടെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും ഉളി കൊണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഷാക്കിൾ ഇടാൻ ശ്രമിക്കണം. ഇതേ രീതിയിലാണ് ഇത് ഇടേണ്ടത്. സ്ക്രൂ അഴിച്ചതിന് ശേഷം ഒരിക്കലും സ്ക്രൂവിൻ്റെ പാർട്സ് ഒന്നും മിസ്സാവാതെ ശ്രദ്ധിക്കണം. ഇതേപോലെ നമ്മൾ ഇട്ടതിന് ശേഷം നമ്മൾ സ്ക്രൂ ചെയ്യുകയാണ് വേണ്ടത്. ഈ വയർ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്യാം. അവിടെ ജംഗ്ഷൻ ബോക്സൊക്കെ അടുത്ത് തന്നെയാണ്. അതിനനുസരിച്ച് നമുക്ക് വയർ ഫാനൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ റിമോട്ടിൽ ഓണാക്കി. ഇപ്പോൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൽ സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പവർ നമുക്ക് വേണ്ട രീതിയിൽ സ്പീഡ് കൂട്ടാം. 1 2 3 4 5 6 അങ്ങനെ രീതിയിൽ നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാം. പിന്നെ ബൂസ്റ്റ് ഓപ്ഷൻ ഉണ്ട്, റിവേഴ്സ് ഓപ്ഷൻ വരുന്നുണ്ട്, ബ്രീസ് വരുന്നുണ്ട്. പിന്നെ ഓണും ഓഫും ഈ ഒരു ബട്ടണിൽ തന്നെയാണ്. പിന്നെ സ്ലീപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെയാണ് റിമോട്ടിൻ്റെ ഒരു സംഭവം വരുന്നത്. അപ്പോൾ നല്ല രീതിയിൽ കാറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ റൂമിന് വേണ്ട ആവശ്യത്തിനുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. നല്ല രീതിയിലുള്ളൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.